എമ്പുരാൻ സിനിമയിൽ മാറ്റങ്ങൾക്ക് നിർമ്മാതാക്കളുടെ തീരുമാനം. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണ ദൃശ്യങ്ങളും കലാപ ദൃശ്യങ്ങളും അടക്കം 17 ഭാഗങ്ങൾ ഒഴിവാക്കും. വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റും. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് തീരുമാനം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ എമ്പുരാൻ സിനിമയിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. 17 സീനുകൾ ദൃശ്യങ്ങളും അവിടുന്ന് വെട്ടിമാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വില്ലന്റെ പേരും അടക്കം ഒഴിവാക്കുമെന്നാണ് തീരുമാനം. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത, എമ്പുരാൻ ചിത്രത്തിൽ വലിയ പ്രതിഷേധം നേരിടുന്ന ഘട്ടത്തിലാണ് റീസെൻസറിങ് ആവശ്യമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരുന്നത്. എന്നാൽ അതിനു മുന്നോടിയായി തന്നെ ഇപ്പോൾ ഇതിന്റെ നിർമ്മാതാക്കൾ ഒന്നിച്ച് ഒരു വോളണ്ടറി മോഡിഫിക്കേഷന് തയ്യാറാവുകയാണ്. ചിത്രത്തിലെ വിവിധ ഭാഗങ്ങൾ നീക്കാൻ തയ്യാറാവുകയാണ്. ഏതായാലും ചിത്രം ഇറങ്ങുമ്പോൾ തന്നെ അതിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കണം, അതോടൊപ്പം ദേശവിരുദ്ധ പരാമർശമടക്കം പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അത് മ്യൂട്ട് ചെയ്യണം. ഈ രണ്ട് ആവശ്യങ്ങളാണ് സെൻസർ ബോർഡ് ബന്ധപ്പെട്ട് വന്നതും പ്രതിഷേധവുമായി RSS രംഗത്ത് എത്തുമ്പോൾ RSSന്റെ പ്രതികരണവും അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ ഈ പ്രൊഡ്യൂസർമാർ രംഗത്ത് നിർമ്മാതാക്കൾ ഒന്നിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത് സിനിമയിലെ 17 സീനുകളിലെ പ്രധാന ഭാഗങ്ങളെല്ലാം മാറ്റാനാണ്. അതായത് സിനിമയിൽ ഈ വിമർശനം ഉയരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും മാറ്റുന്നു. അതോടൊപ്പം തന്നെ വില്ലന്റെ പേരടക്കം നീക്കം ചെയ്യാൻ തീരുമാനമുണ്ട്. പലയിടത്തും ഈ വിരുദ്ധമായി പറയുന്നു എന്ന് ആക്ഷേപം ഉയരുന്ന വാക്കുകളൊക്കെയും മ്യൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കടക്കും. ഏതായാലും ഈ തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയോടെ ഈ എഡിറ്റിംഗ് പൂർത്തിയായി പുറത്തിറങ്ങും. അതിനുശേഷം പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിൽ ഫുൾ എഡിറ്റഡ് ആയിട്ടുള്ള, പൂർണ്ണമായി എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ പ്രധാന ഭാഗങ്ങളെല്ലാം, ഈ വിമർശനം ഉയർന്ന ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുള്ള ചിത്രമാണ്. അതിനു മുൻപ് വരെ ഇപ്പോൾ നിലവിൽ ചിത്രം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, തിയേറ്ററിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ ചിത്രം അതേ കണക്ക് പ്രദർശിപ്പിക്കുകയാണ്. പക്ഷേ തിങ്കളാഴ്ചയോടെ തന്നെ ഇതിന്റെ എഡിറ്റിംഗ് പൂർത്തിയാകും. ആ ഘട്ടത്തിൽ ഇതിന്റെ ആ എഡിറ്റ് ചെയ്ത മോഡിഫിക്കേഷൻ ചെയ്ത ചിത്രമായിരിക്കും ഇനി പ്രദർശിപ്പിക്കുക. വലിയ പരാമർശങ്ങളെല്ലാം, വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു, വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഏതായാലും പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും ഒക്കെ വലിയ പ്രതിഷേധവും വിമർശനവും എല്ലാം ഉയർന്നു വരുന്ന ഈ ഘട്ടത്തിലാണ് നിർമ്മാതാക്കൾ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്ത് ചിത്രത്തിന് ഒരു മാറ്റം വരുത്താൻ തയ്യാറായത്. ഹരിത. വിഷ്ണു, അതേസമയം തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ആളുകളൊക്കെ ഈ സിനിമയെ വരവേൽക്കുകയുണ്ടായത്. അത്തരത്തിൽ ഈ ഒരു 17 ഭാഗങ്ങളടക്കം ഈ സിനിമയിൽ നിന്നും നീക്കം ചെയ്യുമ്പോൾ അതിൽ ഈ പ്രേക്ഷകരുടെ പ്രതീക്ഷ കൂടെ അതിൽ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? ആ സിനിമയെ സിനിമയായിട്ട് കാണാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയല്ലേ? ഹരിത, സിനിമയായി കാണണം എന്ന് തന്നെയുള്ളൊരു പരാമർശം തന്നെയാണ് പലയിടത്തും ഉയർന്നു വരുന്നത്. എന്നാൽ അതിൽ വിമർശനം ഉയരുന്നത് സിനിമയ്ക്കുള്ളിലെ ചില രംഗങ്ങൾ അത് തീവ്രമായ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്കുള്ളിലെ പല സീനുകളും അത് ചിത്രമായി സെൻസർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടിയിരുന്നതാണ് എന്നുള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. RSS തന്നെ വിമർശിക്കുന്നത് RSSന്റെ പ്രതിനിധിയായി ഇരിക്കുന്ന ആളുകൾ പോലും സെൻസർ ബോർഡിൽ ഇത് കണ്ടിരുന്നില്ലേ എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഉയരുന്ന ഘട്ടത്തിൽ, സിനിമയ്ക്കുള്ള എതിർപ്പുകൾ ഉയരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സീനുകൾ നീക്കം ചെയ്യാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ തന്നെ ഈ സീനുകൾ നീക്കം ചെയ്ത് ചിത്രം പുറത്തിറങ്ങിയാൽ മാത്രമാണ് ഇനി ഈ സിനിമ എത്രത്തോളം ആളുകളിലേക്ക് സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ചിത്രത്തിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടാകാനുള്ള സാധ്യത ഈ നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമുള്ളത് കൊണ്ട് ആ ഒരു ആശങ്കയുടെ ഭാഗമായി തന്നെയാണ് സിനിമയുടെ പല ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന റീസെൻസറിങ് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഒരു പ്രതിഷേധം ഉയർന്ന 1-2 സീനുകൾ മാത്രമാണ്. ആ സീനുകൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ സിനിമ പുറത്തിറക്കാം. പക്ഷേ നിർമ്മാതാക്കൾ ഒന്നടങ്കം തീരുമാനമെടുത്ത് കൂടുതൽ സീനുകൾ നീക്കം ചെയ്യുന്നത് ഇനി വീണ്ടും ഒരു വിമർശനം ഉയരാതിരിക്കാൻ തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ ഒരു പ്രതീക്ഷയോടെ തന്നെ ചിത്രം പുറത്തിറങ്ങിയത്. ആ ചിത്രം പുറത്തിറങ്ങി 2 ദിവസമാകുമ്പോൾ തന്നെ 100 കോടി ക്ലബിൽ കയറുകയായിരുന്നു. ഇനിയും ചിത്രം കൂടുതൽ ദിവസങ്ങൾ ഓടേണ്ട ഒരു പ്രദർശനം നടത്തേണ്ട സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്രത്തോളം ഒരു വലിയ പ്രതിഷേധവും ആക്ഷേപവും എല്ലാം ഉയർന്നു വരുന്നത്. ഈ ഘട്ടത്തിൽ നിർമ്മാതാക്കൾ നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഒരു വോളണ്ടറി മോഡിഫിക്കേഷൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. സെൻസർ ബോർഡിന്റെ റീസെൻസറിംഗ് എന്നുള്ളൊരു ചിന്തയ്ക്ക് സാധ്യത കൊടുക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ നിർമ്മാതാക്കൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ആ തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ചിത്രത്തിന്റെ പല സീനുകളും പിൻവലിക്കുകയാണ്. അതിനുശേഷം ചിത്രം എന്തായാലും പ്രദർശനത്തിലെത്തും. ഏതായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇനിയും ചിത്രം കാണാത്തവർക്ക് ഇനി സെൻസർ ചെയ്ത ഭാഗമായിരിക്കും കാണാൻ സാധിക്കുക. പക്ഷെ അത് തിങ്കളാഴ്ച മുതലാണ്. തിങ്കളാഴ്ച വരെയും ഈ ചിത്ര പ്രദർശനം ഇപ്പോൾ നടക്കുന്നത് പോലെ തുടരാനാണ് തീരുമാനം. ഹരിത. ശരി, വിഷ്ണു കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.